കായംകുളം നഗരസഭയുടെ ശൗചാലയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ നടന്ന സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് സിപിഎം നേതൃത്വം നിലപാട് ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. കായംകുളം നഗരസഭയിലെ ഭരണകർത്താക്കൾ അഴിമതി നടത്താനുള്ള ഉപാധിയായാണ് മാലിന്യ സംസ്കരണത്തെ കാണുന്നതെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആരോപിച്ചു. കായംകുളം നഗരസഭയിൽ ശൗചാലയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ നടന്ന സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് സിപിഎം നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെച്ച് മാറി നിന്ന് സ്വതന്ത്രമായ അന്വേഷണത്തെ നേരിടണമെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അഴിമതിയായ ശുചിമുറി മാലിന്യ സംസ്കരണ വാഹനം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഇന്ന് സമര കോലാഹലങ്ങളും അതേപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വലിയ സ്ഥാനവും പിടിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. കായംകുളത്ത് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ മതിയായ സ്ഥലം ലഭ്യമാണെന്നിരിക്കെ, അതായത് 4.5 ഏക്കറോളം സ്ഥലം മുൻപ് കരമാലിന്യ സംസ്കരണ പ്ലാന്റിനു വേണ്ടി വാങ്ങിയ ഇത് വെറുതെ കിടക്കുമ്പോൾ കായംകുളം നഗരസഭാ പ്രദേശത്ത് ഇത്തരത്തിലൊരു പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥലം ലഭ്യമല്ല എന്നുള്ള വ്യാജ റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഈ വാഹനത്തിലുള്ള പ്ലാന്റിനുള്ള അനുവാദം വാങ്ങിയിരിക്കുന്നത്. ഈ വാഹനത്തിലുള്ള പ്ലാന്റിന് അഡ്വാൻസ് കൊടുക്കുമ്പോൾ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ നഗരസഭാ കൗൺസിൽ പോലുമോ ആലോചിക്കാതെയും തീരുമാനിക്കാതെയുമാണ് ഇങ്ങനെ ഒരു തീവട്ടിക്കൊള്ള നടത്താൻ വേണ്ടി 27 ലക്ഷം രൂപ ഈ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. ആ കമ്പനിയുടെ വിശ്വാസ്യതയെക്കുറിച്ച് ഒക്കെ ധാരാളം പരാതികളും പ്രശ്നങ്ങളുമുണ്ട്. സർക്കാർ ഏജൻസി വഴി ചെയ്യാതെ സ്വകാര്യ ഏജൻസിക്ക് നേരിട്ട് കൊടുത്ത അതും അഴിമതിക്ക് കുടപിടിക്കാൻ വേണ്ടി തന്നെയാണ്, അതിന് കൂടുതൽ അവസരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. LDF പാർലമെന്ററി പാർട്ടിയോ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരോ അറിയാതെയാണ് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും മാത്രം ചേർന്ന് ലക്ഷങ്ങളുടെ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലായിരുന്നു ആരോപണം. കായംകുളം നഗരസഭാ ഭരണത്തെ അഴിമതി നടത്താനുള്ള ഉപാധിയായാണ് ഭരിക്കുന്നവർ കാണുന്നത്. മാലിന്യ സംസ്കരണത്തെ ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. 2003 ഖരമാലിന്യ സംസ്കരണത്തിനായി പ്രഖ്യാപിച്ച ഇൻസിനറേറ്റർ പദ്ധതി നടപ്പാക്കാതെ 21 ലക്ഷം രൂപയാണ് നഷ്ടമാക്കിയത്. ഇതേക്കുറിച്ച് നടന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലും വെളിച്ചം കണ്ടിട്ടില്ല എന്നും പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.